കിട്ടിയിട്ടുണ്ട്, ആ റക്കായത്ത് കിട്ടിയിട്ട് ആ റക്കായത്ത് തന്നെ നിസ്കാരം കിട്ടിയെന്ന് അർത്ഥം. നമ്മളെ ചർച്ച ഇപ്പൊ എവിടെയാണ്? മൻ അദ്റക, മന് ഷർത്ത് ജാസിം, അദ്റക ഫിഇലുൻ മാദിൻ മബ്നിയുൻ അലൽ ഫത്ഹി ഫീ മഹല്ലി ജസ്മിൻ, ഷർത്താണ്. അതിന്റെ ജവാബാണ് ഏത്? ഫഖദ് അദ്റക, തീർച്ചയായിട്ടും അവൻ എത്തിച്ചു. അവിടെ ജവാബിൽ ഏതുണ്ടായി? എന്തുണ്ടായി? പാണ്ടാകാൻ കാരണം എന്താ? ജവാബിൽ ഏതുള്ളോണ്ടാ? കത് വന്നത് കൊണ്ട്. ജവാബിൽ കത് വന്നാൽ അവിടെ ഏതുണ്ടാവും? ഫാ ഉണ്ടാവും. ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, നബി പറഞ്ഞു, മൻ ഹമല അലൈന സിലാഹ്, നമ്മൾക്കെതിരെ ആരെങ്കിലും ആയുധമേന്തിയാൽ ഫലൈസ മിന്നാ, അവൻ നമ്മിൽ പെട്ടവനല്ല. അമല പറഞ്ഞാൽ ചൂണ്ടുക, വഹിക്കുക, അലൈന. അപ്പൊ മൻ ഹമല, ആരെങ്കിലും ഏന്തി, അലൈന നമ്മൾക്കെതിരെ, അസ്സിലാഹ എന്തിനെ? ആയുധമേന്തിയാൽ, ഫലൈസ മിന്നാ, അവൻ നമ്മിൽ പെട്ടവനല്ല. എന്താ നമ്മളെ ചർച്ച? മൻ ഹമല, മന് ഷർത്ത് ജാസിം, അതിന്റെ ജവാബാണേത്? ലൈസ മിന്നാ, അവൻ നമ്മിൽ പെട്ടവനല്ല. അവിടെ ഫാനം കൊടുക്കാൻ കാരണം എന്താ? ലൈസ. ആ ലൈസന്റെ പേരെന്താ? അതിന് പ്രത്യേക പേര് പറഞ്ഞിനി. എന്താ ഇനി പ്രത്യേക പേര്? എന്താണ് ഇങ്ങനെ മറക്കുക? ഇത്ര അരണ ബുദ്ധിയാളങ്ങളൊക്കെ. എന്തായിരുന്നു പേര് പറഞ്ഞിനി? ലൈസ. ലൈസ വന്നോണ്ട് നല്ല അവിടെ പറഞ്ഞിട്ടാണ്. ആ പറഞ്ഞതിൽ പെട്ടതാണ് ലൈസ. അതിനൊരു പ്രത്യേക പേരുണ്ടായിരുന്നു. എന്താ? ഒന്ന് മറച്ചു നോക്കി ചങ്ങായിമാര്, 2-3 പേജ് ഇപ്പുറത്തേക്ക്. കൊലബിയൊന്നും അല്ല. പറയാൻ കണ്ട കൊലബി. കണ്ടുപിടിക്കും. 123-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കണം. കണ്ടുപിടിച്ചാട്ടെ, എന്നിട്ട് പോയാൽ മതി മുന്നിക്ക്. ലൈസ അല്ല, ലൈസ അല്ല, ലൈസന്റെ അല്ല പ്രശ്നം. ആ ലൈസക്ക് ഒരു പ്രത്യേക പേര് പറഞ്ഞിരുന്നു. ആ പ്രത്യേക പേരുള്ള ഫീലിൽ പെട്ടതാണ് ലൈസ. അതുകൊണ്ട് ഫാ വന്നു. ആ ലൈസക്ക് ഒരു പേരതിൽ കൊടുത്തിരുന്നു. ജാമിദ്. എന്താ ലൈസക്ക് ജാമിദ് പറയാൻ കാരണം? ലൈസയിൽ നിന്ന് ഏത് മാത്രം ഉപയോഗമുള്ളൂ? മാളി മാത്രം ഉപയോഗമുള്ളൂ. ഏതില്ല? മുളാരില്ല, ഇസ്മുഫായിലില്ല, ഇസ്മു അഫൂലില്ല. അപ്പൊ ലൈസ എന്നുള്ള ജവാബ് എന്തായിട്ട് വന്നു എന്ന് പറയണം? ലൈസയായി വന്നു എന്നല്ല പറയാ. ജവാബ് ഏതായി? ജാമിദായിട്ട് വന്നപ്പോ എന്തിനെ കൊടുത്തു? ഫായിനെ കൊടുത്തു. അപ്പൊ ഇത് മനസ്സിലാകണ തന്നെ അല്ല തോന്നുന്നുണ്ട്. ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, വീണ്ടും നബി പറയാ, മൻ ഖുതില, ഒരാളെ കൊല്ലപ്പെട്ടു, ദൂനമാലിഹി, അവന്റെ സമ്പത്തിന്റെ മുമ്പിൽ, സമ്പത്ത് സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ കൊല്ലപ്പെട്ടാൽ, ഫഹുവ ഷഹീദുൻ, അവൻ ആരാണ്? രക്തസാക്ഷിയാണ്. ഏതാ ഷർത്ത്? മൻ ആണ് ഷർത്ത്. ഷർത്തിന്റെ ഫീലാണ് ഒന്ന്, കുത്തില. ജവാബാണ് ഫഹുവ ഷഹീദ്. ആ ഷർത്തിന്റെ ജവാബിൽ എന്തിനാണ് ഫാഹ് വന്നത്? ജവാബ് എന്തായതുകൊണ്ടാ? ജുംല ഇസ്മിയ ആയതുകൊണ്ട്. ഹുവ മുബ്തദ ഷഹീദുൻ ഖബർ. ജുംല പറഞ്ഞിട്ടുണ്ട്. ജുംല ഇസ്മിയ ആണെങ്കിൽ ജവാബിൽ എന്ത് കൊടുക്കണം? ഫായിനെ കൊടുക്കണം. ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, മൻ അതാനി, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ,
ഫഖദ് അതാ അല്ലാഹ്, തീർച്ചയായിട്ടും അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. മൻ അതാഅനി, മൻ ഷർത്ത്, അതാഅനി ഫീലു ഷർത്ത്, ഫഖദ് അതാഅ ജവാബു ഷർത്ത്. ആ ജവാബിൽ കത് വന്നു, അല്ല ഫാ വന്നു. എന്താ കാരണം? ആ ജവാബിൽ കത് വന്നാൽ എന്ത് വേണം? ഫാ വേണം. ഇതാ രണ്ടാമത് പറയണേ, വമൻ നസാനി, ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ ഫഖദ് അസല്ലാ, തീർച്ചയായിട്ടും അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു. ഏതാ ഷർത്ത്? മൻ. ഏതാ ഷർത്തിന്റെ പേര്? ഏതാണ് ജവാബ്? ഫഖദ് അസല്ലാ. അവിടെ എന്തുണ്ടായി? ജവാബിൽ എന്തുണ്ടായി? കത് വന്നതുകൊണ്ട് ഫായിനെ കൊടുത്തു. വമൻ അസാനി ഫഖദ് അസല്ലാ. മൂന്നാമത് ഇതാ പറയണേ, വമൻ യുതിഇൽ അമീറ, ആരെങ്കിലും അമീറിനെ അനുസരിച്ചാൽ ഫഖദ് അതാഅനി, തീർച്ചയായിട്ടും അവൻ എന്നെ അനുസരിച്ചു. ഭരണാധികാരിനെ, അമീറനെ ഭരണാധികാരി, ആരെങ്കിലും ഭരണാധികാരി അനുസരിച്ചാൽ അത് ആരനുസരിക്കലാണ്? റസൂലിനെ എന്താക്കലാണ്? അനുസരിക്കലാണ്. അപ്പൊ എന്താ അർത്ഥം? വമൻ യുതിഇൽ അമീറ, ഒരാള് ഭരണാധികാരിയെ അനുസരിച്ചാൽ ഫഖദ് അതാഅനി, തീർച്ചയായിട്ടും അവൻ എന്നെ അനുസരിച്ചു. ഏതാ ഷർത്ത്? മന്ന്. ഏതാ ഷർത്തിന്റെ പേര്? ഏതാണ് ജവാബ്? ഫഖദ് അതാഅനി. ആ ജവാബിൽ അവിടെ ഫാ വന്നു. കാരണം എന്താ? കത് വന്നതുകൊണ്ട്. അപ്പൊ ജവാബിൽ കത് വന്നാൽ ആ കതിന്റെ കൂടെ എന്ത് വേണം? ഫാവ് വേണം. വമൻ യഅസിൽ അമീറ, ആരെങ്കിലും അമീറിനെ ധിക്കരിച്ചാൽ ഫഖദ് അസാനി, തീർച്ചയായിട്ടും അവൻ എന്നെയാണ് ധിക്കരിക്കുന്നത്. വമൻ യഅസിൽ അമീറ, ആരെങ്കിലും അമീറിനെ ധിക്കരിച്ചാൽ. ഏതാണ് ഷർത്ത്? മന്ന്. ഏതാ ഷർത്തിന്റെ പേര്? യഅസി. യഅസി. എവിടെ ജസ്മേ? വമൻ യഅസി എന്നിട്ട് എവിടെ ജസ്മേ? കളഞ്ഞിട്ട് അവിടെ യഅസി എന്നുണ്ടാവും. ആഖിർ യാ ആണ്. അപ്പൊ ഏത് പോണം? യാവ് പോണം. അതിന്റെ ജവാബാണ് ഏത്? ഫഖദ് അസാനി, തീർച്ചയായിട്ടും അവൻ എന്നെ ധിക്കരിച്ചു. അവിടെ ജവാബിൽ ഏതുണ്ടായി? കത് വന്നപ്പോൾ എന്തിനെ കൊടുത്തു? ഫാനെ കൊടുത്തു. അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകൻ പറഞ്ഞു, മൻ അകല, ആരെങ്കിലും തിന്നാൽ, മിൻ ഹാദി ഷജറത്തി, ഈ മരത്തിൽ നിന്ന് ആരെങ്കിലും തിന്നാൽ, ഫലാ യഖ്റബിന, അവൻ നമ്മളോട് അടുത്തു പോകരുത്. ഈ മരം തന്നെ ഉള്ളി തിന്ന ആളുകൾ ഉണ്ടെങ്കിൽ എവിടേക്ക് വരരുത്? നമ്മളടുത്തേക്ക് എന്താക്കാൻ പാടില്ല? വരാൻ പാടില്ല. മൻ അകല എന്താ അർത്ഥം? ആരെങ്കിലും തിന്നാൽ, മിൻ ഹാദി ഷജറത്തി, ഈ മരത്തിൽ നിന്ന് ആരെങ്കിലും തിന്നാൽ, ഫലാ യഖ്റബ്, ഖറബ യഖ്റബു, ഫലാ യഖ്റബ്, അവൻ എന്താക്കരുത്? അടുക്കരുത്. ആരോട് അടുക്കരുത്? നമ്മളോട്. അവിടെ ഏതാ ജവാബ്? തിന്നാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ അർത്ഥം പൂർത്തിയാകുന്നത് അവിടെ ജവാബിൽ എന്തുകൊണ്ടാ ഫാ ഉണ്ടായത്? നഫി അല്ല, നഹി. അത് നഹി ആയതുകൊണ്ടാണ് ആർക്ക് ജസ്മ കിട്ടിയത്? യഖ്റബിന്. അത് നഫി ആണെങ്കിൽ എങ്ങനെ വായിക്കുക? ഫലാ യഖ്റബു എന്നാ വായിക്കുക. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഖൈറൻ, നല്ല കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഔ ലയസ്മുത്ത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. രണ്ടാലൊന്ന് ചെയ്താൽ മതി. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നാവുകൊണ്ട് പറയണത് എന്താകണം? നല്ലതാകണം. അല്ലെങ്കിൽ തൊള്ളി കൂട്ടി അവിടെ
വെറുതെ ഇങ്ങനെ ബടായി പറയാൻ നടക്കണ്ട. അതാ മങ്കാന യുമിനു, ആരെങ്കിലും വിശ്വസിച്ചാൽ, ആരിൽ ബില്ലാഹി, ആരിൽ വിശ്വസിച്ചു? അള്ളാഹുവില്. വലിയവുമില്ലാഹിരി, എന്തിലും വിശ്വസിച്ചു? എന്തിനും വിശ്വസിച്ചു? അന്ത്യനാൾ ഫല്യഖുൽ, അവരെന്താക്കട്ടെ? നല്ലത് പറയട്ടെ. പറയട്ടെ. ഖൈറൻ, നല്ലത് പറയട്ടെ. ഔലയസ്മുത്, അല്ലെങ്കിൽ അവൻ എന്താക്കാതിരിക്കട്ടെ? മിണ്ടാതിരിക്കട്ടെ. നമ്മളെ ചർച്ച ഇവിടെ മങ്കാന, മഞ്ഞ് ഷർത്തിയ, അതിന്റെ ജവാബാണേത്? ഫല്യഖുൽ. ജവാബിന് എന്തുണ്ടായി? എന്താ കാരണം? അതെന്തായി വന്നു? അമ്ര എന്ന് പറഞ്ഞാൽ മതി. അല്ല, അമ്ര, ലാമോണ്ടുള്ള അമ്ര, സാധാരണ അമ്രല്ല. സാധാരണ അമ്ര എങ്ങനെയാ പറയാ? കാല യഖൂലു ഖുൽ. ഇത് അമ്ര വായിബാണ്, മറഞ്ഞവനോടുള്ള കൽപ്പന. അപ്പൊ ത്വലബിയാണ്. ത്വലബിയായപ്പോ ഫാവ് എടുത്തു. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകൻ പറഞ്ഞു, മൻ റആ മിൻകും മുങ്കറ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വെറുക്കപ്പെട്ട കാര്യം കണ്ടാൽ, മൻ റആ, ആരെങ്കിലും കണ്ടാൽ, മിൻകും, നിങ്ങളിൽ നിന്ന്, മുങ്കറൻ, വെറുക്കപ്പെട്ട കാര്യത്തെ കണ്ടാൽ, ഫൽയുഗയ്യിറുഹു, അവൻ അതിനെ തടുത്തുകൊള്ളട്ടെ, ബിയദിഹി, ഏതുകൊണ്ട് തടുത്തുകൊള്ളട്ടെ? തടുത്തുകൊള്ളട്ടെ. നമ്മളെ ചർച്ച എവിടെ? ഏതാ ഷർത്ത്? മൻ. ഏതാ ഷർത്തിന്റെ ഫീല്? ഏതാ ജവാബ്? അവിടെ ജവാബിൽ എന്തിനെ കൊടുത്തു? എന്താ കാരണം? ജവാബ് ഏതായി വന്നു? അമ്ര. ഇനി ഇതാ രണ്ടാമത് പറയണേ, ഫഇല്ലം യസ്തതി, അവൻ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ, ഫബിലിസാനിഹി, അവൻ അവന്റെ നാവ് കൊണ്ട് തടുക്കട്ടെ. അവിടെ എന്ത് ചെയ്തിക്കണ്? ഫാ വന്നിക്കണ്. ഫബിലിസാനി, ഫലിയുഗയ്യർ, അവിടെ ഒരു അവിടെ എന്തുണ്ട്? ജവാബില് ഫാ ഉണ്ട്. എന്തുകൊണ്ട്? അവിടെയും ഫലിയുഗയ്യർ ഉണ്ട്. ആ യുഗയ്യറിന് എന്ത് ചെയ്തിട്ടില്ല? കളഞ്ഞിട്ടില്ല. ഫഇല്ലം യസ്തതി, ഇനി അവന് സാധിച്ചിട്ടില്ലെങ്കിൽ, ഫബി ഖൽബിഹി, അത് അവൻ എന്താക്കട്ടെ? അവന്റെ ഹൃദയം കൊണ്ട് അതിനെ എന്താക്കട്ടെ? ഹൃദയം കൊണ്ട് എന്താക്കട്ടെ? ആ തടുക്കട്ടെ എന്നുള്ള വാചകം അവിടെ ഇല്ല കേട്ടോ. ഫലിയുഗയ്യിറുഹു എന്നുള്ള, അപ്പൊ അവിടെ 3 ഷർത്തുണ്ട്, 3 ജവാബും ഉണ്ട്. 3 ജവാബിലും ഏതിനെ കൊടുത്തിക്കണ്? ഫായിനെ കൊടുത്തു. പിന്നെ ഇനി പറയണതേ, ഇപ്പൊ കാന യകൂനു, എന്ത്? കാന യകൂനു, അതില് ലമ്മ് കടന്നാൽ, ഏതായാലും ഏത് പോകും? ലം യകൂൻ എന്ന് പറയോ? എങ്ങനെ പറയാ? യകൂൻ. അപ്പൊ ഏത് പോയി? വാവ് പോയി. ഇനി ചില സമയത്ത് ആ നൂനും പോകും. അപ്പൊ എങ്ങനെയാ പറയാ? ലം യകൂ. അപ്പൊ കാനന്റെ മുദാരിയിൽ ജസ്മിന്റെ അദാത്ത് പ്രവേശിച്ചാൽ ഏതൊക്കെ പോകും? വാവും പോകും, പിന്നെ നൂനും പോകും. വാവ് എന്തായാലും പോകൽ നിർബന്ധാണ്. അല്ലെങ്കിൽ അവിടെ എന്ത് വരും? സാക്കിനീനി വരും. ആ കൂട്ടത്തിൽ ചിലപ്പോ ഏതും പോകും? നൂനും പോകും. അപ്പൊ ഏതാണ് പോകല് നിർബന്ധം? വാവ്. എന്നാ അതിനോടനുബന്ധിച്ച് ചിലപ്പോ ഏത് പോകും? നൂനും പോകും. അതാ യക്കു
അവിടെ യക്കുൻ എന്നാ ഉണ്ടായിരുന്നത്. ഇങ്ങോട്ടാ പറയുന്നത് പേജ് 127 യജൂസു അനുവദനീയമാണ് ഹദ്ഫ് നൂനി യക്കുൻ തകുൻ അകുൻ നകുൻ അൽ മജ്സൂമാതി ജസ്മ് സിദ്ധിച്ച യക്കുൻ തകുൻ അകുൻ നകുൻ ഇവകളിൽ നിന്ന് ഏതിനെ കളയൽ ജായിസാണ്? യജൂസു അനുവദനീയമാണ് ഹദ്ഫ് നൂനി യക്കുൻ ആരെ നൂനിനെ കളയാ? യക്കുന്നുള്ളിടത്തുള്ള നൂനിനെ കളയാ. തെക്കുൻ ഏതിന്റെ നൂനിനെ കളയാ? തെക്കുന്റെ നൂനിനെ കളയാ. അക്കുൻ നക്കുൻ ആകെ 4 മുതാരിയല്ലേ ഉള്ളൂ. അപ്പൊ യക്കുന്നുള്ളിടത്ത് ജസ്മു വന്നാൽ എങ്ങനെ പറയണം? ഇപ്പൊ ലം കടന്നാൽ എങ്ങനെ പറയണം? ലം ലം ആ നൂന് വാവേതാനും പോകും, പിന്നെ ചിലപ്പോ ഏതും പോകും, നൂനും പോവും. അപ്പൊ എങ്ങനെ പറയാ? ലം ലം അഖു ലം യഖു ലം തഖു ലം നഖു. എങ്ങനെ ഏതിലൊക്കെ? യഖൂൻ തഖുൻ അഖുൻ നഖു ഇവകൾക്ക് ജസ്മു വന്നാൽ എന്താണ്? അതിന്റെ നൂനിനെ കളയൽ എന്താണ്? ജായിസാണ്. എന്നാ വാവിനെ കളയലോ? വാവിനെ കളയലോ നിർബന്ധാണ്. അല്ലെങ്കിൽ എന്ത് വരും? ഇൽത്തിഖാഉ സാക്കിനൈനി വരും. ഇപ്പൊ സൂറത്ത് മറിയമിൽ കാണാ വലം അക്കു ബഗിയ വലം അക്കു അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അക്കുൻ. അപ്പൊ എന്താ നിങ്ങൾ പഠിക്കേണ്ടത്? ഖാനന്റെ മുലാരി യകൂനു തക്കൂനു അക്കൂനു നക്കൂനു ഇവകളിൽ ഏത് പ്രവേശിച്ചു? ജസ്മിന്റെ അതാത്ത് ഏത്? ലമ്മ ലം ലമ്മ ലാമുൻ ലംരി ലാമുൻ നഹി ഇത് പ്രവേശിച്ചാൽ എന്തിനെ കളയാ? നൂനിനെ കളയാം. പക്ഷെ ഏത്? അതാൽ മജ്സൂമാത്തിയാണ്. ഇതിന്റെ അർത്ഥം എന്താ? ജസ്മ് സിദ്ധിച്ച. എന്താൽ മജ്സൂമാത്തി പറഞ്ഞ ജസ്മ് സിദ്ധിച്ച യക്കുൻ തകുൻ അകുൻ നകുൻ ഇവകളിൽ നിന്ന് എന്തിനെ കളയാ? നൂനിനെ കളയാം. അപ്പൊ ലമ്മ് വന്നാൽ ലം യക്കുൻ എന്നും വായിക്കാം. പിന്നെ എങ്ങനെയും വായിക്കാം? ലം യക്കു. യക്കു. ലം തകുൻ എന്നും വായിക്കാം, ലം തകു എന്നും വായിക്കാം. ലം അകുൻ എന്നും വായിക്കാം, ലം അകു എന്നും വായിക്കാം. ലം നക്കുൻ എന്നും വായിക്കാം, ലം നക്കു എന്നും വായിക്കാം. അൽ മജ്സൂമാത്തി തന്നെ ജസ്മില്ലെങ്കിൽ പറ്റൂല, കളയാൻ പാടില്ല കേട്ടോ. ജസ്മില്ലാത്ത കാന യക്കൂന് തക്കൂന് നക്കൂനു അക്കൂനും ആണെങ്കിൽ എന്താകരുത്? നൂനിനെയും കളയാൻ പാടില്ല, പിന്നെ വാവിനെയും കളയാൻ പാടില്ല. വാവിനെയും കളയാൻ പാടില്ല. ആ പിന്നെ കെമ്മിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരുന്നു മുമ്പ്. എന്താ പഠിച്ചിരുന്നത്? കമ്മിന്റെ ശേഷം എന്തുണ്ടാകും? മൻസൂബായ തമ്മീസ് ഉണ്ടാവും. ഉദാഹരണം കം കിതാബൻ കിതാബാൽ എത്ര പുസ്തകമാണുള്ളത്? ആ കമ്മ് ഇസ്തിഫ്ഹാമാണ്. ആ കമ്മ ഏതാണ്? ഇസ്തിഫ്ഹാം. അതിന്റെ ശേഷം നിർബന്ധമായിട്ടും ഏത് വരും? തമ്മീസ് വരും. ഏതാ തമ്മീസ്? കം കിതാബൻ ഇന്ദക്കാരനടുത്ത് ഏതാ തമ്മീസ്? കിതാബൻ. അതാണ് പറയുന്നത്. അതാ നമ്മള്. എന്നാൽ അതേ കമ്മ് ഖബരിയായ കമ്മുണ്ടാവും. എന്ത് കമ്മ്? ഖബരിയായ കമ്മ്. എന്താ ഖബരിയായ കമ്മ് പറഞ്ഞാ? എത്ര നയിക്കാരർത്ഥം.
ഖബരിയായ കമ്മിന്റെ അർത്ഥം എന്തായിക്കാരം? എത്ര എത്ര എത്ര. വകം മിൻ ഖറിയത്തിൻ ഖുർആനിൽ കണ്ടിട്ടില്ലേ? എന്താ വകം മിൻ ഖറിയത്തിൻ എന്ന് പറഞ്ഞാ? എത്ര എത്ര രാജ്യങ്ങളാണ്. അവിടെ ആ കമ്മിന്റെ പേര് ഖബരിയ എന്നാ. എന്താണ് ആ കമ്മിന്റെ പേര്? ഖബരിയ. എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്തായി? അത് ആ ഇസ്തിഫാം. ഇസ്തിഫാം. എത്ര എത്ര എന്നാണ് കമ്മിന്റെ അർത്ഥമെങ്കിൽ ആ കമ്മിന്റെ പേരാണേത്? ഖബരിയായ കമ്മ്. നോയിക്കോളി. ഖമ്മറത്തിൻ എത്ര വട്ടാടാ കുൽത്താജ് പറഞ്ഞത് ലീ എന്നോട് ആക്കഥ ഇങ്ങനെ എത്ര വട്ടായി പറയുന്നത്? ആ കമ്മാണ് ഖബരിയായ കമ്മ്. ആ കമ്മാണ് എന്ത് കമ്മ്? ഖബരിയായ കമ്മ്. അപ്പോ കമ്മറത്തൻ കുൽത്തലി ആക്കഥാന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഒരു വട്ടം പറഞ്ഞാൽ പറയാ? അല്ല, അല്ല, ഒരുപാട് വട്ടം പറയാ. നമ്മൾ മലയാളത്തിൽ പറയല്ലോ, ആ പ്രയോഗത്തിനാണ് ഖബരിയായ കമ്മ് അറിയണത്. എത്ര വട്ടം പറഞ്ഞത്? എത്ര വട്ടമാണ് കുൽത്താനി പറഞ്ഞത് ലീ എന്നോട് ആ കഥ ഇപ്രകാരം. ആ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായപ്പോ? മനസ്സിലായി. എന്താ പറഞ്ഞത്? എന്ന് പറയുമ്പോ ആ കമ്മി ഇസ്തിഫാമാണ്. ആ ഇസ്തിഫാമിന്റെ കമ്മിന്റെ ശേഷം എന്ത് വരൽ നിർബന്ധാണ്? തെമ്മീസ് വരല് നിർബന്ധാണ്. ആ തെമ്മീസ് എന്തേക്കാരം? ഇറാബ് എന്തേക്കാരം? തെമ്മീസിന്റെ മൻസൂബ്. ഇനി നോക്കിക്കോളി. കമ്മറത്തിൻ എത്രയെത്ര വട്ടമാണ് കുൽത്താനി പറഞ്ഞത് ലീ എന്നോട് ഹാക്കഥ ഇപ്രകാരം. എന്നിട്ട് ഇയാൾ പറയാണ് ഹാദിഹി ഈ പറഞ്ഞത് കമ്മുൽ ഖബരിയതു. ഏത് കമ്മാണ്? ഖബരിയായ കമ്മാണ്. കമ്മാണ്. ആദ്യം നമ്മൾ പഠിച്ചത് ഏത് കമ്മാണ്? ഇസ്തിഫാമിയായ കമ്മ്. ചോദ്യം, ഖബരിയായ കമ്മാവുമ്പോ എന്തേക്കാരം അർത്ഥം? എത്ര എത്ര നീക്കാരം. എത്ര എത്ര വില ചോദിച്ചിട്ട് എത്ര എത്ര എന്നല്ല, എത്ര എത്ര വട്ടായിട്ട് പറയണേ, എത്ര വട്ടായിട്ട് ഇത് ചെയ്യണത്, അങ്ങനെ. വമഅനാഹ ആ ഖബരിയായ കമ്മിന്റെ അർത്ഥം കസീറുൻ ധാരാളം എന്നാണ് അർത്ഥം. അപ്പൊ കമ്മറത്തിൻ കുൽത്തലി ഹാക്കഥ എന്ന് പറഞ്ഞ കമ്മിന്റെ അർത്ഥം എന്താ? വമഅനാഹ അതിന്റെ അർത്ഥം കസീറുൻ എന്താണ്? ധാരാളം എന്നാണ്. അപ്പൊ മൈനൽ ജുംലത്തി അപ്പൊ കമ്മറത്തിൻ കുൽത്തലി ഹാക്കഥാന്റെ അർത്ഥം എന്താ? അതാ അപ്പൊ മൈനൽ ജുംലത്തി ഈ സെന്റൻസിന്റെ അർത്ഥം കുൽത്ത നീ പറഞ്ഞു, ലീ എന്നോട് ഹാക്കഥ ഇപ്രകാരം മർറാത്തിൻ കസീറ. എന്താർത്ഥം? തവണയാണ്. എത്ര വട്ടം? തവണയല്ല, മർറാത്തിൻ കസീറ എന്ന് എന്താർത്ഥം? ധാരാളം പ്രാവശ്യമായി നീ ഇത് പറയുന്നു. എന്താണ് അർത്ഥം? തമീസ് വന്നില്ലെങ്കിൽ അത് മറ്റേതാ ഖബരിയാന്ന് വിചാരിക്കും. അത് നിയമം പറയുന്നുണ്ട്, അടുത്ത പേജിൽ പറയും, നിയമം പറയും. ഇങ്ങനെ വരുമ്പോ കമ്മറത്തെന്ന് പറഞ്ഞാൽ മറ്റേ തമ്മീസ എത്ര വട്ടാണ് എന്നാ മനസ്സിലായെങ്കിൽ. അവിടെ കം, ഇവിടെ എങ്ങനെയുള്ളത്? കം മറത്തിന്ന. അവിടെ മറത്തെന്നാണെങ്കിൽ എന്താണ് അർത്ഥം?
സാദാ ഇസ്തിഫാമ. മറത്തൻ എത്ര വട്ടാണടാ കുൽത്താനി പറഞ്ഞത് ലീ എന്നോട് ആകഥ ഇപ്രകാരം. അപ്പാ കമ്മ എന്തിന്റെ കമ്മാണ്? ഇസ്തിഫാമിന. എന്നാ അതേ കമ്മ എത്ര എത്ര എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കുൽത്തലി ഹാക്കഥ മറാത്തിൻ കസീറത്തൻ. നീ എന്നോട് ഈ വിവരം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ പറയണ, അതിന്റെ നിയമം എന്താ പറയണേ? നദുക്കുറു നമ്മൾ പറയുന്നു, ബഅ്ളഹ്കാമിഹ ആ ഖബരിയായ കമ്മിന്റെ ചില നിയമങ്ങളെ നാം പറയുന്നു. ദക്കറ പിന്നെ അവിടെ നെതുക്കുറു എന്താ? മിഹ അതിന്റെ നിയമങ്ങളിൽ നിന്ന് ചിലതിനെ നാം എന്താക്കുന്നു? പറയുന്നു. എന്നിട്ട് ഇയാൾ പറയാ, അറഫ്ത നീ അറിഞ്ഞിരിക്കുന്നു, മുമ്പ് പഠിച്ചിരിക്കുന്നു. അതാണ് അറഫ്തു എന്നല്ല. പിന്നെ അറഫ്ത. അറഫ്തു പറഞ്ഞാൽ എന്താ? അറഫ്തു ഞാന്. അറഫ്ത നിങ്ങളില്ല, നീ അറിഞ്ഞിരിക്കുന്നു. എന്താണ് അറിഞ്ഞിരിക്കണേ? അന്ന കമ്മുൽ ഇസ്തിഫാമിയത ഇസ്തിഫാമിയായ കമ്മ് തമ്മീസുഹാ അതിന്റെ തമ്മീസ് മൻസൂബുൻ എന്തേക്കാരം? മൻസൂബായിരിക്കും എന്ന വിവരം കൊല്ലങ്ങൾക്ക് മുമ്പ് നീ എന്ത് ചെയ്തിട്ടുണ്ട്? അറിഞ്ഞിട്ടുണ്ട്. അറഫ നീ അറിഞ്ഞിട്ടുണ്ട്. അന്നകം അൽ ഇസ്തിഫാമിയ ഇസ്തിഫാമിയായ കമ്മ് തമ്മീസുഹ അതിന്റെ തമ്മീസ് മൻസൂബുൻ എന്താണ്? നസ്ബ് ചെയ്യപ്പെട്ടതാണ് എന്ന വിവരം നീ എന്ത് ചെയ്തിട്ടുണ്ട്? എന്ത് ചെയ്തിട്ടുണ്ട്? അറിഞ്ഞിരിക്കും. എന്താ അതിന്റെ തർക്കീബ് എന്ന് പറഞ്ഞാട്ടെ? അറഫ്ത ഫായില്, അന്നർഫ് ഇന്നലെയും പറയണ്ട അന്നർഫ് നാസിബ്. അതേത് നാസിബ? അന്നർഫ് തൗക്കീദ്. അന്ന എന്ന് പറഞ്ഞാൽ നാസിബ്, അന്ന എന്ന് പറഞ്ഞാൽ തൗക്കീദാ. അന്നകം തീർച്ചയായിട്ടും കമ്മ്. എന്താ കമ്മിന്റെ തർക്കീബ്? അത് ശരി. ഇവിടെ അർത്ഥം എത്ര എന്നാണ് അർത്ഥം? അന്നകം തീർച്ചയായിട്ടും കമ്മ് എന്നാ. അപ്പൊ എന്താ? അന്ന് പിന്നെയും പറയാം. അന്ന് എവിടെ? അന്ന് അത് ശ്രദ്ധ മനസ്സിലാക്കണം. അതെത്താ തീർച്ചയായിട്ടും അർത്ഥം വന്നാ പിന്നെ ഉറപ്പല്ലേ. ഇനി ശ്രദ്ധ മന്തും പറഞ്ഞു ഞങ്ങൾക്ക്. മറ്റേ അന്നാണെങ്കിൽ അതിന്റെ ശേഷം ഫീലാ വരിക. ഇവിടെ ഫീല് വന്നിക്കണോ? അന്യ നാസിബാണെങ്കിൽ അതിന്റെ ശേഷം ഏതുണ്ടാകും? ഏതുണ്ടാവും? ഫീല് വരും. ഇവിടെ വന്നിക്കണത് ഫീലല്ല. അപ്പൊ ഇവിടെ അന്ന എന്ന് പറയുന്ന തൈക്കീദാ. അന്നർഫ് തൈക്കീദ്. കം എന്നുള്ളത് എന്താണ്? അന്നന്റെ ഇസ്മ്. എങ്ങനത്തെ കമ്മൽ? ഇസ്തിഫാമിയത്ത ഇസ്തിഫാമിയായ കമ്മ്. എന്താ തർക്കീബ്? ഖബറു അന്ന. അവിടെ അർത്ഥം പൂർത്തിയിരിക്കണം. അവിടെ അന്നകം തീർച്ചയായിട്ടും കമ്മ്. എങ്ങനത്തെ കമ്മ്? അൽ ഇസ്തിഫാമിയത്ത ഇസ്തിഫാമിയായ കമ്മ്. എന്താ തർക്കീബ്? പിന്നെന്താ? നൊഴുത്ത. അർത്ഥത്തിന് മനസ്സിലാക്കണ്ടേ? അന്നകം തീർച്ചയായിട്ടും കമ്മ്. എങ്ങനത്തെ കമ്മ്? അൽ ഇസ്തിഫാമിയത്ത എങ്ങനത്തെ കമ്മ്? അത് കമ്മിന് സിവത്താണ്.
കം എന്നുള്ളടത്ത് നെസ്ബ് ഉണ്ട്, പക്ഷെ കമ്മായതുകൊണ്ട് ഏത് കാണാതിരിക്കുക? നെസ്ബ് കാണാതിരിക്കുക. അന്നന്റെ ഇസ്മല്ലേ? അന്നന്റെ ഇസ്മിന് എന്താ ഇറാബ്? നെസ്ബ്. അപ്പൊ കമ്മിന്റെ അവിടെ മഹല്ലില് നെസ്ബ് ഉണ്ട്, അതിന് നയത്താണേത്? ഇസ്തിഫാമിയത്ത. അവിടെ നെസ്ബ് ഒളിവായി. അന്ന കമ്മിൽ ഇസ്തിഫാമിയ, തീർച്ചയായിട്ടും ഇസ്തിഫാമിയായ കമ്മ് തമ്മീസുഹാ, അതിന്റെ തമ്മീസ് മൻസൂബുൻ, അത് മൻസൂബാണ്. അന്ന വന്നു, അന്നന്റെ ഇസ്മു വന്നു. തമ്മീസുഹാ, അതിന്റെ തമ്മീസ് മൻസൂബുൻ, മൻസൂബാണ്. എന്താ തർക്കീബ്? തമ്മീസു. തമ്മീസുഹാ, അതിന്റെ തമ്മീസ് മൻസൂബുൻ, മൻസൂബാണ്. എന്താ തമ്മീസു എന്നുള്ളതിന്റെ തർക്കീബ്? ഖബർ തന്നെ ആയിട്ടില്ല. മുബത്തദയാണ് പ്ലസ് മുലാഫ്. മുലാഫൂബാണ്. മൻസൂബ് എന്നുള്ളതിന്റെ തർക്കീബ് എന്താ? ഇതിന്റെ ഖബറാണ്. നഹ്വു കം കിതാബൻ ഇൻദക, നിന്റെ അടുക്കൽ എത്ര പുസ്തകമുണ്ട്? എത്ര പുസ്തകമുണ്ട്? കമ്മ, ആ കം ഇസ്തിഫാമാണ്, അതിന്റെ തമ്മീസാണേത്? കിതാബൻ. തമ്മീസ് മൻസൂബൈക്കാരം. ഇസ്തിഫാമിയായ കമ്മിന്റെ തമ്മീസ് എന്തേക്കാരം? മൻസൂബൈക്കാരം. മജ്റൂറാവൂല. എന്നാൽ ഈ ഇസ്തിഫാമിയായ കമ്മിന്റെ തമ്മീസിന് ചിലപ്പോ ജെറ് കിട്ടും. ഇസ്തിഫാമിയായ, ഇപ്പൊ നിങ്ങൾ പഠിച്ച എന്താ? എന്താ നിങ്ങൾ പഠിച്ചേ? ഇസ്തിഫാമിയായ കമ്മിന്റെ തമ്മീസ് എന്തേക്കാരം? മൻസൂബൈക്കാരം. എന്നാൽ ചില സമയത്ത് ഇസ്തിഫാമിയായ കമ്മിന്റെ തമ്മീസിന് എന്ത് കിട്ടും? ജെറ് കിട്ടും. എപ്പോഴാ ജെറ് കിട്ടുക അറിയോ? ആ കെമ്മിൽ, ഇസ്തിഫാമിന്റെ കെമ്മില്ലേ? ഹലോ, ഇസ്തിഫാമിന്റെ കെമ്മില്ലേ? ആ കെമ്മിൽ ജെറിന്റെ അക്ഷരം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ തമ്മീസിനും ആ ചിലപ്പോ എന്ത് ചെയ്യാ? ജെറ് ചെയ്യാ. എന്താ ഞാൻ പറഞ്ഞേ? കമ്മിൽ ഏത് പ്രവേശിച്ചു? ജെറിന്റെ അദാത്ത് പ്രവേശിച്ചാൽ അതിന്റെ തമ്മീസിന് നെസ്ബുൻ ചെയ്യാം, പിന്നെ ഏതും ചെയ്യാം? ജെറും ചെയ്യാം. എപ്പോഴാ നെസ്ബ് ചെയ്യൽ നിർബന്ധാണ് എന്ന് പറഞ്ഞത്? ആ കമ്മിൽ ഏതില്ലാതിരിക്കുമ്പോഴാ? ചെറിന്റെ അക്ഷരം ഇല്ലാതിരിക്കുമ്പോ. അപ്പൊ അതാണ് നിങ്ങൾ പഠിച്ചേക്കേണ്ട എന്താണ്? ഇസ്തിഫാമിയായ കമ്മിന്റെ തമ്മീസ് മൻസൂബൈക്കാരം. എന്നാൽ ഇസ്തിഫാമിയായ കമ്മിൽ ഏത് പ്രവേശിച്ചു? ജെറിന്റെ അദാത്ത് പ്രവേശിച്ചാൽ കമ്മിന്റെ ശേഷമുള്ള തമ്മീസിന് രണ്ട് രൂപം പറ്റും. ഏതാ രണ്ട് രൂപം? ഒന്ന് നെസ്ബോ, അതാ പറയണേ. വയജൂസു ജർറുഹു, ആ തമ്മീസിന് ജർറ് ചെയ്യൽ അനുവദനീയമാണ്. എന്ത്? ജർറുഹു പറഞ്ഞ ആർക്ക്? തമ്മീസിന്. അപ്പൊ എന്താ അർത്ഥം? വയജൂസു എന്താ അർത്ഥം? അനുവദനീയമാണ്. ജർറുഹു, ആർക്ക് ജർറ് ചെയ്യൽ? തമ്മീസിന് ജർറ് ചെയ്യൽ എന്താണ്? അനുവദനീയമാണ്. എപ്പോൾ? ഇദാ ജുറത്ത് കം, കമ്മിന് ജർറ് ചെയ്യപ്പെട്ടാൽ, ബിഹർഫി ജർരിൻ, എന്തിന്റെ അക്ഷരം കൊണ്ട്? ജെറിന്റെ അക്ഷരം കൊണ്ട്
കെമ്മിന് ജറ് ചെയ്യപ്പെട്ടാൽ ആ തെമ്മീസിനും എന്ത് ചെയ്യൽ അനുവദനീയമാണ്? ജറ് ചെയ്യലേ അനുവദനീയമാണ്. അപ്പൊ എന്താണ് അർത്ഥം? വയജൂസു അനുവദനീയമാണ്. ജറുഹു എന്ന് പറയുന്ന തമ്മീസ്. ലമീർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നടക്കണ്ട. പറയുന്നത് ഏതാണ്? അപ്പൊ എന്താ അർത്ഥം? വയജൂസു ജറുഹു, അതിന്റെ തമ്മീസ്. അതിന്റെ തെമ്മീസ് പറയേണ്ട, തെമ്മീസിന് ജറ് ചെയ്യൽ എന്ന് പറഞ്ഞാൽ മതി. എന്താ യജൂസ് ജറുഹു പറഞ്ഞാ? തമ്മീസിന് ജറ് ചെയ്യൽ. ജറ് ചെയ്യൽ എന്താകും? അനുവദനീയമാകും. അനുവദനീയമാകും. വയജൂസു ജറുഹു, തെമ്മീസിന് ജറ് ചെയ്യൽ അനുവദനീയമാകും. എപ്പോൾ? ഇദാ ജുറത്ത് കം. എന്താ അർത്ഥം? കമ്മിന് എന്ത് ചെയ്യപ്പെട്ടാൽ? ജറ് ചെയ്യപ്പെട്ടാൽ. എന്തുകൊണ്ട്? ബിഹർഫി ജറിൻ. എന്തുകൊണ്ട്? ജറിന്റെ അർത്ഥമുണ്ട്. ജറിന്റെ അക്ഷരം. അപ്പൊ ജറിന്റെ അക്ഷരം കൊണ്ട് കെമ്മിന് ജറ് ചെയ്യപ്പെട്ടാൽ ആ കെമ്മിന്റെ തെമ്മീസിനും ജറ് ചെയ്യൽ എന്താണ്? എന്താണ്? അനുവദനീയമാകും. അനുവദനീയമാണ്. എന്താ തർക്കീബ് പറഞ്ഞാട്ടെ? യജൂസു ഫീല് മുളാരി. ജറോ ഫായില് പ്ലസ് മുലാഫ്. ഓ മുലാഫിൻ ഇലൈഹി. ഇദാ ഹർഫ് ഷർത്ത്. ജുറത്ത് ജറ് ചെയ്യപ്പെട്ടാൽ എന്താ? ഫീല് ഷർത്ത് അല്ല, വേണ്ടാത്ത പറയണ്ട. അവിടെ ആരോ പറഞ്ഞു അതിന്റെ അടുത്ത് ഒരു സത്യം. ജുറത്ത് ഫീലിലാണ്. ഏത്? കം. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞത് എന്താ അർത്ഥം? ഇതാ ജുറത്ത് കം. എന്താ അർത്ഥം? ചെയ്യപ്പെട്ടാൽ. അപ്പൊ ജുറത്ത് ഫീലുല്ല യുസമ്മ ഫായില്, കെമ്മ് നായിബ് ഫായില്. എന്തുകൊണ്ട് ചെറിയപ്പെട്ടാൽ? ബി അർഫി ജരീൻ. എന്തുകൊണ്ട് ചെറിയപ്പെട്ടാൽ? അപ്പൊ എന്താ ഞാൻ അർത്ഥം പറയേണ്ട? യജൂസു ജറുഹു. അതിനെ പറയാ. അതിന് ഏതിന്? തമ്മീസിന് ജറ് ചെയ്യൽ അനുവദനീയമാണ്. എപ്പോ? ഇദാ ജുറത്ത് കം. എന്താ അർത്ഥം? കമ്മ് ജറ് ചെയ്യപ്പെട്ടാൽ. കമ്മിന് എന്തേ? കമ്മ് ജറ് ചെയ്യപ്പെട്ടാൽ. എന്തുകൊണ്ട്? കൊണ്ട്. ജറിന്റെ അർഫ് കൊണ്ട് കമ്മിന് ജറ് ചെയ്യപ്പെട്ടാൽ ആ കെമ്മിന്റെ തെമ്മീസിനും എന്ത് ചെയ്യൽ അനുവദനീയമാണ്? വായിക്കുമ്പോ വായനയിലെ ഇബാറത്ത് ശരിയാക്കണം. വെറുതെ തോന്നിയ അർത്ഥം വെക്കരുത്. ഫീലേതാണ്, ഫായിലേതാണ്, നായിബ് ഫായിലേതാണ് എന്നൊക്കെ തിരിയാനായി. മൂന്നാമത്തെ പുസ്തകം കഴിയാനായി. ഇത് കോളേജിൽ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പൊ അറബിയിലാണ് ക്ലാസ് എടുക്കുക. നഹ്വു ബികം റിയാലൻ. റിയാലാൽ എത്രക്കാണ്? ഹാദൽ കലമു. ഏത്? ഈ പേന. ബികം എത്രക്കാണ്? റിയാലൻ റിയാലാൽ എത്രക്കാണ്? ഹാദൽ കലമു. ഏത്? ഈ പേന. ഏതാണ്? എവിടെ? കമ്മിന് അവിടെ റഫുൽ ജറുകൊണ്ട് ജറിട്ടിക്കണോ? ഇല്ല. കിട്ടിയിട്ടില്ലേ? അപ്പൊ കമ്മിന് ജറ് ചെയ്തു. അതിന്റെ തമ്മീസാണ് ഏത്? റിയാലൻ. അപ്പൊ തമ്മീസിന് നസ്ബാണ്. ഞാൻ റിയാൽ എന്നുള്ളടത്ത് എങ്ങനെയും വായിക്കാ? ജറായിട്ട് എങ്ങനെയും വായിക്കാ? റിയാലിൻ എന്നും വായിക്കാം. ദാ ബികം റിയാലിൻ. എത്ര റിയാലിനാണ്? ആദൽ കലമു. ഈ പേന. അവിടെ കണ്ടോ? ബികം എന്ന് പറഞ്ഞ കെമ്മിനും ജറിന്റെ അക്ഷരം വന്നപ്പോ റിയാൽ എന്നുള്ള തമ്മീസിനും എന്ത് കിട്ടി?
ജെറ് എന്ത് കിട്ടി? ജെറ് കിട്ടി. ജറ് കിട്ടി. അപ്പൊ ഇസ്തിഫാമിയായ പിന്നെ കെമ്മിന് നെസ്ബ് ചെയ്യൽ നിർബന്ധമായ സ്ഥലമുണ്ട്, നെസ്ബും ജറും ചെയ്യൽ പറ്റാവുന്ന സ്ഥലമുണ്ട്. ഏതാ നെസ്ബ് ചെയ്യൽ നിർബന്ധമാണ് അറിയുന്ന സ്ഥലം ഏതാ? കെമ്മിൽ ഏതില്ലെങ്കിലാണ്? അർഫില്ലെങ്കിൽ ജറിന്റെ അർഫില്. എന്നാൽ കെമ്മിൽ ഏത് പ്രവേശിച്ചു? ഹുറൂഫുൽ ജറ് പ്രവേശിച്ചാൽ അതിന്റെ തെമ്മീസിനെ എന്തൊക്കെ ചെയ്യാ? നെസ്ബും ചെയ്യാ ജെറും ചെയ്യാ. നിസ്ബും ചെയ്യാ ജറും ചെയ്യാ. കെമ്മിൽ ഏതുണ്ടാകണം? രണ്ടും പറ്റണമെങ്കിൽ കെമ്മിൽ ഏതുണ്ടാകണം? ജറിന്റെ ഉണ്ടാകണം. എന്നാൽ അമ്മാ തമ്മീസു കം അൽ ഖബരിയ, എന്നാൽ ഖബരിയ ഇതിപ്പോ ഏത് കമ്മാ ഇപ്പൊ പഠിപ്പിച്ചേ? ഇസ്തിഫാമിയായ കമ്മ്. ഇനി രണ്ടാമത്തെ കമ്മാണ് ഏത്? ഖബരിയായ. അതിന്റെ അർത്ഥം എന്തേക്കാരം? ഖബരിയായ കമ്മാവുമ്പോ അതിന്റെ അർത്ഥം എങ്ങനെ ഞാൻ പറഞ്ഞെന്ന്? ധാരാളം, എത്ര അൽ ഖബരിയത്തി. എന്താ എന്താ? ഖബരിയായ കമ്മിന്റെ തമ്മീസ് ഫയജിബു ജറുഹു. എന്താ അർത്ഥം? അതിന് ജറ് ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. നിർബന്ധമാണ്. ഏത് കമ്മിന്? തമ്മീസ് ഫയജിബു ജറുഹു, അതിന് ജറ് ചെയ്യൽ നിർബന്ധമാണ്. എങ്ങനെയാ അർത്ഥം പറഞ്ഞത്? അമ്മാ തമ്മീസു കം, എന്താ അർത്ഥം? അപ്പോൾ അമ്മാ തമ്മീസു കം, അപ്പോൾ. ഈ അപ്പോൾ എന്നുള്ളത് ഇതിന്റെ അർത്ഥം അറിയോ? അമ്മ. അപ്പൊ അമ്മ തമ്മീസു കം, അപ്പോൾ കെമ്മിന്റെ തമ്മീസ്. എങ്ങനത്തെ കമ്മ്? അൽ ഖബരിയത്തി. ഏത് കമ്മ്? എന്തായ അർത്ഥം? ഖബരി. അപ്പോൾ ഖബരിയായ അതിന് ജറ് ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. യജിബു എന്നുള്ളത് എന്താ? മുബ്തദയല്ലേ? അല്ല. എന്താ? ഏതാ ഫായില്? ഫയജിബു ജറുഹു. ഒരിക്കലും ഏത് പാടില്ല? ഏത് പാടില്ല? നെസ്ബ് പാടില്ല. ഉദാഹരണം ഖം നജിമിൻ, എത്രയെത്ര നക്ഷത്രങ്ങളാ. എവിടെ? ഫിസ്സമായി, എവിടെ? ആകാശത്തിൽ. അപ്പൊ എന്താ അർത്ഥം? ആകാശത്തിൽ എത്ര നക്ഷത്രം എന്നാ? എത്രയെത്ര നക്ഷത്രങ്ങളാ. എന്നാൽ ഇതിന് ജറ് ചെയ്യപ്പെടും ബിമിൻ. ഏതുകൊണ്ട്? മിന്നുകൊണ്ട്. ആദ്യം പറഞ്ഞത് ജറിന്റെ അക്ഷരം ഇല്ലാതെ തന്നെ എന്ത് കിട്ടും? ജറുണ്ടാവും. ഇനിയിപ്പോ പറയുന്നത് എന്താ? ചിലപ്പോ അതിന്റെ മുമ്പ് ആരുണ്ടാകാ? ജറിന്റെ അക്ഷരം ഉണ്ടാകാം. വ്യത്യാസം മനസ്സിലായോ? വയജിബു ജറുഹു, അവിടെ ജറ് നിർബന്ധമാണ്. അവിടെ ഏതുണ്ടാവൂല? ജറിന്റെ ഹർഫ് ഉണ്ടാവൂല.
ഇനി രണ്ടാമത് പറയുന്നത് വഖദ് യുജറു, ചിലപ്പോൾ ആ തെമ്മ് ചെയ്യപ്പെടും മിന്ന് കൊണ്ട് ജർ ചെയ്യപ്പെടും. ജറന്റെ ജറ യജുറു, ജുറ യുജറു. അപ്പൊ അതെന്ത് ഫീല? മജ്ഹൂലാണ്. യജുറു എന്നുള്ളതിന്റെ മജ്ഹൂലാണ് ഏത്? യുജറു. യുജറു. അപ്പൊ എന്താ അർത്ഥം? വഖദ് യുജറു, ചിലപ്പോൾ ആ തമ്മീസിന് ജർ ചെയ്യപ്പെടും. നായിബ് ഫായിൽ അതിലുണ്ട്. യുജറു പറഞ്ഞ ആർക്ക് ജർ ചെയ്യപ്പെടുന്ന? തമ്മീസിന്. അപ്പൊ ഫീലുൽ ഇസ്മ ഫായിലും ഉണ്ട്, പിന്നെ നായിബ് ഫായിലും ഉണ്ട്. ബിമിൻ, മിന്ന് കൊണ്ട് ജർ ചെയ്യപ്പെടും. രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് ജർ ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത്, അതിന്റെ മുമ്പ് ഏതുണ്ടാവൂല? ഹർഫ് ജർ ഉണ്ടാവൂല. എന്നാൽ ജറന്നെ പക്ഷെ അതിന്റെ മുമ്പ് ഏതുണ്ടാകാ? ജറിന്റെ അക്ഷരം ചെയ്യുന്ന അക്ഷരം, ജറ് ചെയ്യണ ഏതുണ്ടാകാ? അക്ഷരം ഉണ്ടാകാണ്. വലബത്ത്, അവരൊക്കെ വിജയിച്ചത്, ഫിഅത്തൻ കസീറ, ധാരാളം സംഘങ്ങളെ, ബിഇദ്നില്ലാഹ്, ആരുടെ സമ്മതത്തോടു കൂടെ? എന്താ ഞാൻ അവിടെ അർത്ഥം വെച്ചത്? കമ്മിൻ ഫിഅത്തിൻ ഖലീല. എന്താ അർത്ഥം? എത്ര രാജ്യങ്ങളല്ല, സംഘങ്ങള്. സംഘം, ഖലീല പറഞ്ഞാൽ കുറച്ച്. സംഘങ്ങളാണ്. വലബത്ത്, അതെന്താക്കിയത്? ജയിച്ചടക്കിയത്. ആരെ? ഫിഅത്തൻ കസീറത്തൻ, ധാരാളം ശരിയായ കമ്മേതാ? ഫസ്റ്റ് തുടങ്ങുന്ന ഏതാണ് അതിന്റെ? മിന്ന് ജർ ചെയ്തു. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല. കം ഫിഅത്തിൻ എന്നാ ഉണ്ടാകുക. എങ്ങനെ ഉണ്ടാവുക? ആദ്യം പറഞ്ഞതൊക്കെ എങ്ങനെ ഉണ്ടാവുക? ആദ്യം പറഞ്ഞത് എന്താ? മിന്ന് വരാതെ തന്നെ എന്താക്കാ? ഇനി ചിലപ്പോഴോ ഏതുണ്ടാകാം? ജറിന്റെ അക്ഷരം ഉണ്ടാകാം. അതാ അമ്മ തമ്മീസു കമ്മൽ ഖബരിയത്തി, അപ്പോൾ ഖബരിയായ കമ്മിന്റെ തമ്മീസ്, ഫയജിബു ജർറുഹു, അതിന് ജർ ചെയ്യൽ നിർബന്ധമാണ്. നഹ്വു കം നജ്മിൻ ഫിസ്സമാ, ആകാശത്തിൽ എത്രയെത്ര നക്ഷത്രങ്ങളാണ്. എന്നാൽ വഖദ് യുജറു, ആ ഖബരിയായ കമ്മിന്റെ തമ്മീസിന് ജർ ചെയ്യപ്പെടും ബിമിൻ. എന്തുകൊണ്ട് ജർ ചെയ്യപ്പെടും? മിന്നുകൊണ്ട്. അതിന്റെ ഉദാഹരണം കമ്മിൻ ഫിയത്തിൻ ഖലീല. അവിടെ ഫിയത്തിൻ എന്നുള്ള തമ്മീസിന് ആര് ജർ ചെയ്തു? ചെയ്തു. അല്ലാഹ് നടക്കട്ടെ.